അങ്ങനെ രാവിലെയായി നമ്മൾ എണീച്ചിട്ടുണ്ട്. രാവിലത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെയാണ് നമ്മളിന്ന് ഉറങ്ങിയത്. ഓക്കെ, ഇതൊരു കർണാടകയിൽ മെയിനായിട്ട് കാണുന്നത് ഈ കളം വരക്കാറില്ല. ഇവിടെ രാവിലെ ചെയ്യും. ഇഡ്ഡലി ചെമ്പൊക്കെ കൈ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ന് നമുക്ക് മനസ്സിലാവും അവിടെ ഇഡ്ഡലിയാണ്. അതേപോലെ ഇഡ്ഡലിൻ്റെ മാവിലൂടെ ഇതാണ് കേട്ടോ ഒരു മെയിനായിട്ടുള്ള കിച്ചണ്. ഇവിടെ നല്ല ആ സാധനം ഉണ്ട്. ഒറ്റ അടുപ്പാണ്. മാറി മാറി ആൾക്കാർ മാറി മാറി ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ കെട്ടുന്നുണ്ട്. ಗಣೇಶನ ಇನ್ನೊಂದನ ಲೇಟ್ ಆಗುತ್ತೆ ಕೊಡಿ ಫೋನ್. ಸೊ ಹಲೋ ಅಂಬರೀಷನ, ഹലോ. ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകുകയാണ്. ഓക്കെ, ഒരാളവിടെ വെറുതെ വെള്ളം ചൂടാക്കിയിട്ട്, ഇവിടെ നല്ല തണുപ്പാണ്, അപ്പോൾ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ആ വീട്. ഇനി ഒരുപാട് കാഴ്ചകളിലൊക്കെ നമുക്ക് കാണാനുണ്ട്. നിങ്ങളിപ്പം കാണാൻ പോകുന്നത് ഇവിടുത്തെ ഒരു സ്കൂളാണ്. ഓക്കെ, ഈ കാണുന്നതാണ് സ്കൂൾ. ഇത് സ്കൂളിൻ്റെ വഴികളാണ്. സ്കൂളിൻ്റെ വഴി, വീട്ടിലെ വഴി എല്ലാം ഒരേതാണ്. ഇവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് എനിക്കൊന്നും മനസ്സിലാവില്ല. ഇതാണ് സ്കൂൾ. ഗ്രാമത്തിലുള്ള ആൾക്കാർ പഠിക്കുന്ന സ്കൂളാണിത്. സ്കൂളിൻ്റെ മെയിൻ ഗേറ്റാണിത്. അതേപോലെ അവിടുത്തെ പാടങ്ങളും സ്ഥലങ്ങളൊക്കെയാണ് കാണുന്നത്. ഇന്നലെ കണ്ട ലൈറ്റൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇന്നലെ ഒന്നും ഓഫായിട്ടില്ല. ഇപ്പോഴാണ് ആ പരിപാടി കഴിഞ്ഞത്. ഇവിടുത്തെ എന്താ പറയുക, രാത്രി തുടങ്ങിയിട്ട് രാവിലെ വരെ പരിപാടി ഉണ്ടാവും. ഇത് കാണാനുണ്ടാവും. ഇതൊക്കെ ആൾക്കാർ തിരിച്ചു വരുന്നത് നല്ല പരിപാടി കണ്ടിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരാണ്. ഇതൊക്കെ ഒരു കുട്ടിയെ കണ്ട അങ്ങനെ എല്ലാ ആളുകളും അവിടെ നിന്ന് തിരിച്ചു വരുന്നുണ്ട്. ഈ പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ബ്രദറാണ്. ഓക്കെ, ഇത്രയും നേരമായിട്ട് ഒരു വണ്ടി കണ്ടതാട്ടോ. അത് ഇവിടെ ഇവൻ്റെ തലയിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ള പിന്നെ ആടുണ്ട്. അവിടെ ആട്ടുണ്ടല്ലോ, അതൊക്കെ അവനിവിടെ കൊണ്ടിട്ടതാണ്. അങ്ങനത്തെ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ അത് അവരുടെ സ്ഥലമാണ്. ഇവിടെയാണ് അവരുടെ കൃഷിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം. ഒരുപാട് ഏക്കർ എടുക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെ. പല ജാതി ഞാൻ എന്നെയും കൊണ്ട് എങ്ങോട്ടോ പോകുന്നുണ്ട്. എന്താ സംഭവം എന്നറിയാം. പറയാൻ പറഞ്ഞാൽ 2 മാസം കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഫുള്ള് ഗ്രീനറി ആവുന്ന പറയാം. ഓക്കെ, അവിടെയാണ് കേട്ടോ ഇന്നലെ പരിപാടി കഴിഞ്ഞത്. അതിൻ്റെ അടുത്താണ് ഇവരുടെ സ്ഥലമുള്ളത്. ഇനി ഒരുപാട് ഗ്രാമത്തിലെ കാഴ്ചകൾ കാണാനുണ്ട്. ഓരോന്നോരോന്നായിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് കാണാനുള്ളത്. ഇതൊരു പിന്നെ നമ്മൾ ഇന്നലെ പരിപാടി കഴിഞ്ഞ സ്ഥലമാണ്. നമ്മൾ ശരിക്ക് നോമ്പിന് 27-നൊക്കെ ഹയാത്താക്കൂലേ, അതേപോലത്തെ സംഭവം തോന്നുന്നത്. രാത്രി മുതൽ രാവിലെ വരെ ഉറങ്ങാണ്ട് ഇങ്ങനെ പരിപാടി അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും.
അവിടെയാണ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അവരെന്തൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാവരും ജോറായ ചായ കുടിയില്ല. കാരണം ഇവിടെ നല്ല തണുപ്പാണല്ലോ, ചായ കുടിക്കാൻ ഭയങ്കര രസമായിരിക്കും. ഇനിയും എന്തൊക്കെ പരിപാടി ഉണ്ട്. ഇവിടെ സ്പീക്കറൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ സെറ്റാക്കി ഇനിയും എന്തൊക്കെ ഇവിടെ പരിപാടികളുണ്ട് നമുക്ക് കാണാം. അങ്ങനെ എനക്കും കിട്ടിയൊരു ചായ. ഇവരാണ് ഓരോ ബ്രദറ് ഇവരാണൊക്കെ ചായ തന്നത്. എന്തോ ബാത്റൂമിന് ക്ഷാമുണ്ട്. അപ്പോൾ അവൻ പോകുന്നത് പറഞ്ഞാൽ സംഭവം മനസ്സിലായിട്ടില്ല കൊടുത്തേക്കാണല്ലോ. ഞാൻ അവിടുത്തെ കടകൾ വിചാരിക്കും ഞാനൊക്കെ അങ്ങനെ പോയത്. ഞാനവിടെ ഒരു ബാത്റൂം ഉണ്ട്, അവിടെ പോയത് കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അവിടെ വീട്ടിലെ ഫുഡൊക്കെ അവർ റെഡിയാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നോക്കാം നമുക്ക് എന്തൊക്കെയാണ്. ഇതും അതുപോലെ ഒരു കൃഷിയിലാണ്. ഈ സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആർക്കെങ്കിലും അറിയെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാം സംഭവം എന്താണെന്നുള്ളത്. ഇവിടെയൊക്കെ ഫുള്ള് കൃഷിയാണ്. അതല്ലേ പക്ക ഗ്രാമങ്ങളാണ്. എല്ലാ വീട്ടിലും പശു ഉണ്ടാവും. അതിനടുത്തൊരു പ്രത്യേകത. ഒരിക്കലും ദൈവം പോലെയാണ് പശു. പശുവില്ലാത്ത ഒറ്റ വീടില്ല. അതല്ല അവിടെയുണ്ട് പശു. പിന്നെ അതേപോലെ നേരത്തെ കണ്ട പോലത്തെ ഒരു വലിയൊരു വീട് ഇതാ പശക്കാരൻ്റെ വീട് ഇവിടെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കഥകൾ. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാൻ. ഒരുപാട് കൃഷികളുണ്ട്. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ. ഓക്കെ, ഈ സംഭവം എന്താണെന്ന് ആർക്കും കണ്ടിട്ട് മനസ്സിലാവുണ്ടോ? എന്തൊരു വെജിറ്റബിൾ സാധനമാണ് സംഭവം. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊരു പുല്ലോ അങ്ങനെയൊക്കെ ആയിരിക്കും. ഈ സ്ഥലം ഫുള്ള് ഇങ്ങനെ സംഭവമാണ്. അങ്ങനെ ആള് നടന്നു പോകണം. ഇവിടെ കണ്ടൊരു വേറൊരു പ്രത്യേക സാധനം. നമ്മുടെ നാട്ടിൽ ചൂലുണ്ടാവില്ലേ, അതിൽ വേറെന്തോ ഒരു സാധനം കൊണ്ടുണ്ടാക്കിയ ചൂലാണ്. ഇവിടുത്തെ എന്തോ ഒരു പുല്ലോ അങ്ങനെ എന്തൊക്കെയാണ്. മുടി സ്പെഷ്യലിസ്റ്റാണ്. ഇതൊരു ഫെസ്റ്റിവൽ പരിപാടിയാണ്. ഇവർ പറഞ്ഞാൽ ഇന്നലെ കണ്ട ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ തലയിൽ വെച്ചിട്ടാണ് ഇങ്ങനെ പോവുക. ഇത് അവിടെ കൊണ്ടുപോയി ശിവനോ അങ്ങനെ ഏതൊരു അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് സമർപ്പിക്കുന്നതാണ്. ഇവിടുത്തെ ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ് കേട്ടോ ഇങ്ങനത്തെ പരിപാടിയൊക്കെ. ഇത് കൊല്ലത്തിൽ ഒരിക്കലേ ഇത് സംഭവിക്കുള്ളൂ. അപ്പോൾ ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് കൊറോണ കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പം നടക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ആവേശം എല്ലാവർക്കും. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവരിങ്ങനെ അവിടെ കടന്നു പോയിട്ട് അവിടെ ഒരു അമ്പലമുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് പ്രതിഷ്ഠിക്കലാണ്. നമ്മൾ ഇന്നലെ കണ്ടൊരു അമ്പലം ഉണ്ടല്ലോ, അവിടെയാണ് ഇവരെ മെയിൻ സെൻറ്റർ. ഇതിങ്ങനെ ഗ്രാമത്തിലൂടെ ഇങ്ങനെ അവരിങ്ങനെ ഒരു ഘോഷയാത്രയായിട്ട് ഇങ്ങനെ നടക്കലാണ് കഥ. അതിൻ്റെ ഇടയിൽ അവിടെ പടക്കം പൊട്ടിക്കുന്ന ആൾക്കാരുണ്ടാവും. അതവിടെ അങ്ങനെയാണല്ലോ, ഒരു ഫെസ്റ്റിവൽ ഉണ്ടാവും. അവിടെ പടക്കങ്ങളും ഡാൻസും മുട്ടുകളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ അതിൽ കൂടുതൽ കാണിച്ചിട്ട് ബോറാക്കുന്നില്ല. ഇങ്ങനെ ആൾ കൂടി വരുന്നുണ്ട്.
കാരണം ഓരോ വീട്ടിൽ നിന്ന് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ജോയിൻ ചെയ്ത് വരും. അപ്പോൾ ഇതിൻ്റെ നീളം കൂടി വരുന്നുണ്ട്. പിന്നെ എല്ലാവരുടെ കയ്യിലും ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങളുണ്ടാവും. സ്വീറ്റാണ് മെയിനായിട്ട്. നമ്മൾ ഇന്നലെ കണ്ട ആ തേങ്ങ കൊണ്ടുണ്ടാക്കുന്ന സാധനമാണ് മെയിനായിട്ട് ഇതിലുള്ളത്. അതും കൊണ്ട് അവിടത്തേക്ക് ഇങ്ങനെ നടക്കുകയാണ്. നല്ല കുളിച്ചൊരുങ്ങി നല്ല മൊഞ്ച കുട്ടികളായിട്ട് വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ. മെയിനായിട്ട് ഇവർ ഈ ഒരു ഫെസ്റ്റിവലിന് മെയിനായിട്ട് നല്ലൊരു വസ്ത്രങ്ങൾ ധരിക്കുകയും നല്ല ഫുഡ് കഴിക്കുകയും അങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് ഇവർ ഈ ഒരു ഫെസ്റ്റിവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇവർ ഇവിടെ എത്തി, അമ്പലത്തിൻ്റെ അവിടെ എത്തി. അങ്ങനെ ഇവിടെയാണ് എല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയിട്ട് അവരുടേതായ ചടങ്ങുകളും ആചാരങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഇന്നലെ പരിപാടി നടന്ന ഒരു അമ്പലം ഉണ്ടല്ലോ, അവിടെയാണ് ഈ പരിപാടി നടക്കുന്നത്. ഇവരോരോ ആളുകൾ വന്നിട്ട് ഇങ്ങനെ സാധനങ്ങൾ ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ നിരത്തി വെക്കും. ഒരാചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ. അവരിത് ഇവിടെ കൊണ്ടുവച്ച് അതിൻ്റെ ഒരു പുണ്യം കരസ്ഥമാക്കുന്ന രീതിയിലാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ എല്ലാ സാധനങ്ങളും ഇവിടെ ഇങ്ങനെ വെക്കലാണ് സംഭവം. ഓരോ വീടുകളിലുണ്ടാക്കിയ സ്വീറ്റാണ് ഇവരിവിടെ ഇങ്ങനെ കൊണ്ടുവച്ചത്. ഓക്കെ, ഇവരുടെ ആചാരത്തിൽ ഇയാൾക്ക് എന്തോ ഒരു ഗോഡിൻ്റെ ശക്തി കിട്ടിയിരിക്കുന്നുള്ളൊരു വിശ്വാസമാണ്. അയാളിങ്ങനെ പലതും കളിക്കും. അയാൾക്ക് ഭയങ്കര ഒരു ഗോഡിൻ്റെ ശക്തി കിട്ടിയ പോലെയാണ് അവർ കളിക്കുക. അപ്പോഴാണ് ഇതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തുന്നത് അവർ വിശ്വസിക്കുന്നത്. അയാൾ ശക്തി അയാളിലേക്ക് ആവാഹിച്ചെടുത്ത പോലെയാണ് അവർ കളിക്കുന്നത്. ഓക്കെ, അതാണ് ഇവരുടെ മെയിനായിട്ടുള്ള വിശ്വാസം. ആ ഗോഡിൻ്റെ ശക്തി ഇയാളിലേക്ക് ആവാഹിച്ചിട്ട് ഈ ശക്തിയാണ് ഈ ഒരു വില്ലേജിലേക്ക് നിലനിൽക്കുക എന്നുള്ളതാണ്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ കാണാൻ പോകുന്നത് മല്ലപ്പ ഗൊണ്ട ഹിൽ. അത് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. വളരെ മനോഹരമായ ഒരു ഹില്ലാണ്. ആന്ധ്രാപ്രദേശ് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഹില്ലാണ്. അതിൻ്റെ കാഴ്ചകളിലേക്കായിരിക്കും നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ കാണാൻ പറ്റുന്നത്. മറക്കാതെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക.